മാപ്പിളപ്പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഇൻട്രോകളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഗായിക കണ്ണൂർ സീനത്ത്. കൂടെ സിംഗറായിട്ടുള്ള നസ്രിഫയുമാണ് ഇന്ന് ഇഷൽ ഖത്തറിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വെൽക്കം ടു ഇഷൽ ഖത്തർ. രണ്ടുപേരെയും ഖത്തറിലേക്ക് ആദ്യമേ സ്വാഗതം ചെയ്യാണ്. ഫസ്റ്റ് ഇത്തേ കാണുമ്പോൾ തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇപ്പൊ സ്റ്റേജ് ഷോസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എനർജി ഒക്കെ എവിടെ ഇരിക്കുന്നേ, എങ്ങനെ എനർജി കൊണ്ടുവരുന്നത് വേറെ ആളാണ്. എന്നെ അറിയുന്നില്ല. ഞാൻ സ്റ്റേജിൽ എത്തുന്നവരെ വിചാരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പിള്ളേർ പറയും മതി ഇങ്ങോട്ട് ഡാൻസ് കളിക്കണ്ട പാട്ട് പാടിയാൽ മതി. അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എന്നിട്ട് കേറി കഴിഞ്ഞപ്പോ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതാ നമുക്ക് വേണ്ട. നമുക്ക് ആ ഒരു എനർജി കാണുമ്പോൾ എനർജി ഉള്ളത് കൊണ്ടാണല്ലേ എന്നെ പിന്നെ ആൾക്കാരെ വിളിക്കും. തീർച്ചയായിട്ടും ജനങ്ങളെ ഏറ്റെടുത്തില്ലേ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഇത്തവണ കുറച്ച് പഴയ കാലത്തിലേക്ക് ഒന്ന് പോയാലോ. മാപ്പിളപ്പാട്ടിന്റെ ആദ്യ കാലം അല്ലെങ്കിൽ പാട്ടിലേക്കൊക്കെ വരുന്ന ആ ഒരു സമയം, അതില് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കമൊക്കെ? ഓർമ്മയിൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം എനിക്കും ഇങ്ങനെ പാട്ടും കാര്യങ്ങളൊന്നും അറിയുന്നൊന്നല്ല. സ്കൂളിൽ നിന്ന് യുവജനോത്സവത്തിന് ഇതിനൊക്കെ പങ്കെടുക്കുന്ന ആളായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ 10-13 വയസ്സിൽ കല്യാണം കഴിഞ്ഞു, വീട്ടിലായി. പിന്നെ കുറച്ച് നാള് ഒരു കുട്ടിയായി. ഒരു 18-19 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് പാലാവട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ചുരുക്കി പറയാം. അവിടെ പിന്നെ അന്ന് ഒരുപാട് ആൾക്കാർ പാട്ടുപാടി. പക്ഷെ അന്ന് ഞാൻ ആ പരിപാടിക്ക് പോയിട്ടില്ല. പക്ഷെ ആരോ എന്നെ പോലത്തെ ഒരു പെണ്ണ് പാടിയെന്നും പറഞ്ഞ് മാമാമാരോട് പോയിട്ട് പറഞ്ഞു കൊടുത്തു. അവർ നല്ല അരിമീങ്ങളാണ്, ഒരു പാട്ടൊന്നും അത്ര വലിയ ഇതാക്കുന്നു, പെണ്ണിന്റെ ശബ്ദം മേൽക്കൂര കേൾക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചവരാണ് അവര്. പക്ഷെ ഞാൻ പാട്ട് പാടിയിട്ടില്ല. പക്ഷെ എന്റെ ഉമ്മാന്റെ ആങ്ങള എന്റെ ഉമ്മാനെ വന്ന് തല്ലിയപ്പോ വാച്ചിന്റെ ഇത് കൊണ്ട് എന്റെ ഉമ്മാന്റെ മൂക്ക് മുറിഞ്ഞു, നല്ല ബ്ലഡ് ഒക്കെ പോയി. അത് ഞാൻ അറിഞ്ഞു. അപ്പൊ അന്ന് 3 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. അതിൽ പിറ്റേ ദിവസം വരെ ഞാൻ പാടി. ആരടിക്കാൻ വന്നിട്ടില്ല. അവിടുന്ന് തന്നെ ഞാൻ മുന്നോട്ട് വെച്ച പിന്നെ ഞാൻ പിന്നോട്ട് പോയി. ഏത് പാട്ടായിരുന്നു അത്? അന്ന് പാടിയത് വമ്പുറ്റ ഹംസറല്ലേ. അപ്പൊ നമുക്കൊന്ന് കേട്ടാലോ ഒരു പാട്ട്? തീർച്ചയായിട്ടും. വമ്പുറ്റ ഹംസറലി അല്ല ചാടി ടെമ്പി അസുബദിലി മാറിടാം വല്ലൽ നബി മഹമൂദ് റൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാം അംബർ സഫിയുള്ള കാവലി വെച്ചുള്ള സംഭാരമിൽ ചെന്ന് കേറടാം ഖൈറുൽ ബറം നബിയാർ കോളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാം. പെട്ടെന്ന് പണ്ട് വാപ്പച്ചിയൊക്കെ എപ്പോഴും റേഡിയോയിൽ ഈ ഒരു പാട്ട് അവരിങ്ങനെ മാറി മാറി കേൾക്കും. അതെ അതെ, റംലാത്താട് ഇരുലോക ജയമണി. അതെ അതെ അതെ. പക്ഷെ അന്ന് ഞാൻ ഗൾഫ് രാജ്യത്ത് റംലാബീക്കത്തിന്റെ കൂടെ വന്നപ്പോ റംലാബീക്കത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഫസിൽ താത്ത, റംലാബീക്കം, സിബിലേച്ചി, നമ്മ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ റംലാബീക്കത്തിനോട് ചോദിച്ചിരുന്നു അന്ന് മീഡിയന്റെ ആൾക്കാർ വന്നപ്പോ നേരം ഇന്റർവ്യൂവിന് വന്നപ്പം റംലത്താത്തയുടെ പാരമ്പര്യം നിലനിർത്താൻ ആരെങ്കിലും വേണ്ടേ? റംലത്താത്ത പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്തിനാ എനിക്ക് വേറൊരാള്, എന്റെ പാരമ്പര്യം നിലനിർത്തുന്ന മോളാണല്ലോ ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാല് റംലാബീകം പാടി വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് റംലാബീകത്തിന്റെ അതേ ശബ്ദത്തിലും അതേ അനുകരണത്തിലും ഞാൻ പാടുന്നത്. എനിക്ക് തന്നെ അറിയില്ല ഇങ്ങനെ എന്താണെന്ന്. ഞാൻ അവരെ കണ്ടിട്ടൊന്നും ഇല്ല അന്നേരം. പക്ഷെ കുഞ്ഞുനാളിലെ വീട്ടിൽ പണ്ട് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് പണ്ട് ചെറിയ ടേപ്പ് റെക്കോർഡ് കാസറ്റ് ഇട്ട് പാടുന്ന സമയത്ത് കൊണ്ടുവന്നാല് എനിക്ക് പഠിത്തത്തോടെ നല്ല ഇഷ്ടം, പാട്ടോടെ ഇഷ്ടം. ഇത് രാവും പകല് റംലാബീകത്തിന്റെ പാട്ട് കേൾക്കും. ചെറിയ ഓർമ്മ അതുള്ളൂ, വീട്ടിൽ നിന്ന് പറയുന്നതാണ്. ഇത്തടെ ഈ ഒരു സംഗീത വഴിയിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ പ്രചോദനം? നീ പാടണം, നീ സ്റ്റേജിൽ പോകണം, അങ്ങനെ ഒരു പ്രചോദനം നൽകിയത് ആരായിരുന്നു? തീർച്ചയായിട്ടും ആദ്യമായിട്ട് എനിക്ക് പ്രചോദനമല്ല, ഞാൻ ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം വിയൻകുട്ടി മാഷിന്റെ അടുത്താണ്. എന്റെ ഗുരു വിയൻകുട്ടി മാഷ്, അസീസ് തൈനേരി, എരഞ്ഞോളി മൂസ, റംലാബീഗം, ഫസിൽ താത്ത, ഇവരൊക്കെയാണ് എന്റെ ഏറ്റവും നല്ല പീർക്ക. ഇവരൊക്കെയാണ് എന്റെ ഗുരുനാഥന്മാർ. അതിൽ കൂടി ഞാൻ ഈ പാട്ട് രംഗത്ത് ഇറങ്ങിയതിന് ശേഷം എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു കാസർഗോഡ്, അബൂബക്കർ സിദ്ദീഖ്. ആ വീട്ടിൽ അവർക്ക് ഉമ്മാക്ക് പെൺമക്കളില്ല, ഒരു 4-5 ആൺമക്കളാ. എന്റെ ഉമ്മാക്ക് 4 പെൺമക്കളാ. ഇതിൽ കൂടി ഞാൻ ആ വീടുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഷാസ് അവർ എന്റെ ആങ്ങളെയാണ്, എന്റെ സഹോദരനാണത്. അതായത് അവരെന്നെ പെങ്ങളായിട്ട് ഞാൻ അവരെ ആങ്ങളായിട്ട് അംഗീകരിച്ചത്. എന്ത് തന്നെ അയക്കാനാലും എനിക്ക് എന്ത് തന്നെ പരാതികളും പരിമം വന്നാലും ഇതിന് ഒരിക്കലും ഞാൻ പിന്മാറാതിരിക്കാൻ കാരണം
എനിക്ക് എന്റെ ഇച്ചാന്റെ സപ്പോർട്ടായിരുന്നു, ആ കുടുംബത്തിന്റെ സപ്പോർട്ടായിരുന്നു. ഓക്കെ. അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ സുറുമ എഴുതിയ സുന്ദരിയോ, ആയിഷ ബീബി, അങ്ങനെ ഓരോ പാട്ടും ഇത്ത പാടുന്നു, അതങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് കത്തിക്കുവാണല്ലോ, എല്ലാരും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ അതിനെ എങ്ങനെ ഇത്ത നോക്കി കാണുന്നു? നല്ലല്ലേ, നമ്മളിങ്ങനെ ഒരു പാട്ട് പാടിയിട്ട് ഈ ആയിഷ ബീബി പാടാൻ വേണ്ടി 1.5 വർഷത്തിന്റെ മേലായി ഈ ബാപ്പു വെള്ളിപ്പറമ്പും നമ്മളെ പിന്നെ മൊയ്തു ഗാലറി വിഷൻ മൊയ്തുന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ആയിഷ ബീബി പാടാനല്ല, അവര് പറയും വെറുതെ ഇങ്ങനെ അവര് പറയുന്നത് വെച്ചാ സീനത്ത് ഒരു പാട്ടുപാട്, സീനത്ത് നമ്മളെ ഗാലറി വിഷയിൽ ഒരു പാട്ടുപാട്, ആ പാടാ എന്ന് പറയും. എനിക്ക് ഈ സ്റ്റുഡിയോ പോയിട്ട് പാടല് ഭയങ്കര മടിയാ, സ്റ്റേജിൽ പോവും. അങ്ങനെ 1.5 വർഷമായിട്ട് എന്റെ പിന്നാലെ കൂടിയിട്ട് ഒരു സിനോട് ചോദിച്ചു, ഈ എവിടെ ഉള്ളത് ചോദിച്ചു. വാപ്പുക്ക സീനത്ത് എവിടെയാണ്? ഞാൻ കാസർഗോഡ് കാള് പറഞ്ഞു, എനിക്കറിയോ വാപ്പുക്ക എന്നെ പൊക്കാൻ വരുന്ന്. അന്നേരം പറഞ്ഞു ആയിക്കോട്ടെ നീ കാസർഗോഡ് ആയിക്കോട്ടെ. അപ്പൊ വാപ്പുക്ക അറിഞ്ഞി ഞാൻ കണ്ണൂരുണ്ടെന്നറിയ. ഇക്ബാലിന്റെ കൂടെ തലേന്ന് ഞാൻ പ്രോഗ്രാമിന് പോയിനി. ഇക്ബാല് പറഞ്ഞു ഇപ്പൊ പോയി പിടിച്ചാ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു കാരണം ഞാൻ ഒരു കാര്യം ചെയ്യും, എന്റെ വീട് എനിക്കൊന്ന് കാണണോ, ഉള്ളിൽ കയറുന്നില്ല നീ ഇല്ലെങ്കിൽ വീട് കണ്ടിട്ട് വരാലോ, ഞാൻ അതിന്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ വരണ്ട, ഞാനിത് അങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞ് ഞാൻ പോയി സ്റ്റുഡിയോയില് നോക്കുമ്പോ മൊയ്തു അവിടെ ഇരിക്കാണ് ഗാലറി വിഷന്റെ. ഒരു പാട്ട് പാടാൻ വേണ്ടി പോയ ഞാൻ, ബാപ്പൊക്കെ പാട്ട് എഴുതണേ ഞാൻ പാടണ്. 5 പാട്ട് പെട്ടെന്ന് പാടി തീർത്തിട്ട് വന്നു. 5 മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ പാടുന്നതൊക്കെ ഇറ്റൊന്നല്ല, എന്നാലും ജനങ്ങളെ സ്വീകരിച്ചു. തീർച്ചയായിട്ടും നമുക്കൊന്ന് കേൾക്കാൻ പറ്റുമോ രണ്ടുപേരും? ആയിഷ ബീബി. ആയിഷ ബീബിയാൾ മുഞ്ചിൽ ചമൈന്താനി ആനന്ദമേകുന്ന മുന്തും ലിബാസുകൾ പട്ടാലെയുള്ളൊരു പൈജാമു ജുബയും പുള്ളിക്കരയുള്ള കസവിന്റെ തട്ടം. ആയിഷ ബീബിയാൾ മുഞ്ചിൽ ചമൈന്താൻ ആനന്ദമേകുന്ന മുന്തും ലിബാസുകള് പട്ടാലെയുള്ളൊരു പൈജാമു ജുബയും പുള്ളിക്കരയുള്ള കസവിന്റെ തട്ടവും. പിന്നെ ഈ ആയിഷ ബി എറിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകി, എന്നെ ലോക ജനങ്ങളുടെ മുമ്പിൽ എന്നെ എത്തിക്കാൻ കാരണക്കാരനായി ഗാലറി വിഷയനാണെങ്കിൽ പോലും ബാപ്പൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ ഹനാൻ ഷാ. ഞാനിപ്പോ അത് പറയാൻ വരുമായിരുന്നു. ഇത്തരം റീ എൻട്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹനാൻ ഷായുടെ ആ ഒരു സ്റ്റേജ്. പക്ഷെ എനിക്ക് അറിയുന്നില്ല ഹനാൻ ഷാ എന്റെ ഇത്രയും വലിയൊരു ആരാധകനാന്ന് ഞാൻ അറിയുന്നില്ല. സ്വാഗതം ചെയ്യുന്ന തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക. അതായത് എന്നെ കാണുന്നിടത്തൊന്നും എന്നെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനാൻ ഷാന്റെ എന്റെ പ്രോഗ്രാമാണ് ഒരുവിധ സ്ഥലങ്ങളിൽ ഒരേ സ്റ്റേജിൽ നടക്കുന്നത്. നടക്കുമ്പോ അവര് വെക്കുന്നത് എന്ന് വെച്ചാൽ ഹനാൻ ഷാ കേറി ഹനാൻ ഷാന്റെ ഇത് അവതരിപ്പിച്ചതിന് ശേഷം ചിലപ്പോൾ ഉദ്ഘാടനം, ചിലപ്പോ ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കും. പിന്നെ വലിയ സ്റ്റേജ് വരില്ല. അത് 2-3 സ്റ്റേജ് ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ നമ്മള് രണ്ടാളും ഒന്നായിട്ട് അവിടെ കയറ്റുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഹനാൻ ഷാ വന്ന് അദ്ദേഹം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്നെ വണ്ടിയിൽ നിർക്കിട്ട് കേട്ടിട്ടുള്ളൂ. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ പറ്റുന്നില്ല ആ ആരാധന, ആ സ്നേഹം കൊണ്ടുള്ള അവരുടെ അത്രയും ജനങ്ങൾ ഇഷ്ടപ്പെട്ടു, നമ്മൾ അത്രയും ഏറ്റെടുത്തു. ഹനാൻ ഷാൻ എനിക്ക് ഏറ്റവും അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഹനാൻ ഷാനോട് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു. എങ്ങനെ നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഞാൻ ഒരു ഖത്തർ ഷോക്ക് വന്നിരുന്നു. ഖത്തർ ഷോക്ക് വന്നപ്പോ ഞാനും ഇവിടെ അന്നേരം രഹന പിന്നെ എന്താണ് എന്നെ ഒരു ഇതായിട്ട് ഇതിന്റെ അടുത്ത് ചേർത്തിയതാണ്. പെട്ടെന്നുണ്ടായതന്നെ എന്റെ അതിന്റെ അടുത്തുള്ള ആടി അതിന് മുസ്തഫ എന്ന് പറയുന്ന ഒരാളാണ് അന്നവിടെ പ്രോഗ്രാം നടത്തുന്നത്. അപ്പം ഖത്തർ ഷോക്ക് വന്നു. ഈ ഹനാൻ ഷാൻ സത്യത്തിൽ എനിക്കറിയില്ല, ഇപ്പോഴത്തെ പിള്ളേർ കുട്ടികളെ ന്യൂ ജനറേഷൻ കുട്ടികളതല്ലേ. അങ്ങനെ പിന്നെ അവിടെ എത്തിയപ്പം ഞാൻ വന്ന കാറിന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് പറയണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ഹനാൻ ഷാന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ്. ഞാൻ കുട്ടീനോട് എന്താണ് കാര്യം അത് അപ്പൊ അവൾക്ക് അറിയാൻ തുടങ്ങി ഹനാൻ ഷാനൊക്കെ ഫോട്ടോ എടുക്കണം. അന്നേരം ചോദിക്കണം ഈ ഹനാൻ ഷാൻ എനിക്ക് കാണണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറണ്ടേ, ഞാൻ എവിടുന്നാണ് ഹനാൻ ഷാൻ ഇനി ഫോട്ടോ എടുപ്പിക്കുക? ഇതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ കാറിലിരിക്കണേ. അവിടെ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, പോലീസും ജനങ്ങളുമായിട്ട് ഇങ്ങനെ ഇതാവണി. അന്നേരം ഞാൻ പിന്നെ അപ്പൊ ഞാൻ എന്നെ കണ്ട പാടവനോ എന്റെ ബ്രദർ എന്റെ സഹോദരന്മാരും സീൻതാത്തോ അതോ നമ്മുടെ സീൻതാത്തോ വന്നിട്ടാന്ന്. അപ്പൊ ഞാൻ ചോദിക്കണേ എന്നിട്ട് ഇത് ഹനാൻ ഷാ എനിക്കറിയില്ല, സുറുമ എഴുതാൻ നമുക്ക് 4 പേര് പാടിയിട്ട് വെറുതെ ഇടാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആന്ന് വേണ്ട, എനിക്കറിയില്ല ഇത് ആരാണെന്നുള്ളത്. അങ്ങനെ ഞാൻ എല്ലാം പാട്ട് പാട്ടിട്ട് കൊടുക്കൂലേ. അങ്ങനെ ഞാൻ പുറത്തു വന്നേരം എന്നോട് മാർക്കോസ് ഏട്ടനോട് ചോദിച്ചു, ഞാൻ അത് ആരടി?
എനിക്ക് അവരറിയില്ല. റബ്ബേ നീ പറഞ്ഞേക്കല്ലട്ടാ, എനിക്ക് പുതിയ കുട്ടികളെ തല്ലുള്ളൂ എന്നല്ല എന്ത് ചോദിച്ചു. അതാണില്ല അനാൻഷ് ആരാണിത്. അങ്ങനെ പിന്നെ എന്ത് ജനങ്ങളങ്ങട്ട് ഇതാ പിന്നെ അനാൻഷ എന്താണെന്ന് എനിക്ക് അവിടെ മനസ്സിലായി. പിന്നെ ഞാൻ വിചാരിച്ചു അതും കഴിഞ്ഞിട്ട് സ്റ്റേജിലെത്തിയപ്പോ ഭയങ്കര ഒരു ജാടൊക്കെ ഉണ്ടാവും വിചാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് എന്തോ ഒരു ഇത് മൂമെന്റ് തരുന്നുണ്ടായിരുന്നു. ഞാൻ അനാൻഷ വന്നിട്ടുണ്ടായി. പക്ഷെ അനാൻഷാന്റെ ആ സ്വഭാവത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കി നമുക്ക് പഠിക്കണമെന്ന് തോന്നിപ്പോയി. കാരണം നമ്മുടെ മനസ്സിൽ ഒരു ചെറുതെങ്കിലും ഒരു അഹങ്കാരവും ഇവരും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ശരിക്കുള്ളൊരു മനുഷ്യനാവണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടത് അനാൻഷനെയാണ്. അനാൻഷനോട് പറഞ്ഞു, ഞാൻ ഇന്ന് കാറിൽ വരുമ്പോ ഒരു പെൺകുട്ടി, ഞാൻ സ്റ്റേജിൽ പറയാണ്, എല്ലാവരും കാണും, ഞാൻ അവനോട് സംസാരിക്കുന്നതാണെന്നുണ്ട്. ഒരു പെണ്ണ് ഭർത്താവിനെ വല്ലാണ്ട് ഫോട്ടോ എടുക്കണം, അവളെ എന്നോടുള്ള ആരാധന ഉണ്ടാന്ന് തോന്നുന്നില്ല. അനാൻഷ എനിക്ക് അങ്ങനെ അറിയില്ല. അന്നേരം പറഞ്ഞു, നീ ചോദിച്ച നിന്റെ എളാമന്റെ മോളാണെന്നൊന്ന് പറയണേ, അല്ലാണ്ട് പോലീസുകാർ കേട്ടിട്ടില്ല. ഒരു വാതില് ഒരു ചെറുങ്ങനൊന്ന് തുറന്നപ്പോ ഇട്ടിച്ച് കയറിയിട്ട് ആൾക്കാർ വീഴണി. ഞാൻ എന്റെ ചരിത്രത്തിൽ ഇത്രയും പാട്ടാറ് കൂടെ ഞാൻ പോയിന്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം അനാൻഷാനെ കൊണ്ടുവന്നപ്പോ കണ്ടപ്പോ മനസ്സിലായി. പിന്നാന്ന് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടായില്ലേ, ഇങ്ങനെ പരിപാടി പെരിന്തൽമണ്ണ ഒരു പ്രോഗ്രാം ഉണ്ടായി. അങ്ങനെ അവിടെ കോളേജ് എന്നൊക്കെ പറഞ്ഞ കുട്ടികള്, അധ്യാപകന്മാര്, കുട്ടികളെ പേരൻസുകള് എന്നുവെച്ചാൽ ഒരു വലിയൊരു ലോകം തന്നെയാണ് ആ സ്ഥലം. പക്ഷെ എന്നിട്ടും ജനങ്ങൾ അത്ര കയറിട്ട് അത്രയും ആൾക്കാർ പുറത്തുണ്ട്, ഞങ്ങൾക്ക് കയറാൻ പറ്റില്ലേ. അങ്ങനെ പിന്നെ സത്യത്തിന് അനാൻഷുള്ളത് അറിയില്ല, ഞങ്ങളൊരു വീട്ടിലുള്ളത്. അപ്പൊ അവിടെയുള്ള മറ്റുള്ള പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം സീനത്താ തന്നെ എൻട്രി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് അവർ വിളിച്ചു പറയുന്നത് അനാൻഷുണ്ട് വിളിക്കണ്, അല്ല അനാൻഷ് ഉണ്ട് എന്നാണ്. പിന്നെ അവൻ അനാൻഷ് ഇല്ലല്ലോ, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അനാൻഷ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉണ്ട്, ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എവിടെ ഉള്ളതെന്ന് വെച്ചു. ഞാനൊരു വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് വരാം, സീനത്ത് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. മൂപ്പര് ഇങ്ങോട്ടേക്ക് മൂപ്പര് ഒരു കുറച്ച് കൂടുതൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രയും ജനങ്ങൾ ആരാധിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഇത്രയും ജനങ്ങൾ ഇതാന്ന് ഒരു അനാൻഷ. ഞാൻ അത്ര ഒന്നുമല്ല, എന്നെ കാണാൻ വേണ്ടി അവൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, നാമിച്ചു മോനെ. കാരണം അവനെ ഒന്ന് കണ്ടിട്ട് ഒന്ന് കൈ കൊടുക്കാനോ ഒന്ന് സംസാരിക്കാനോ ഇത് ആളാഗ്രഹിക്കണം. സത്യത്തിൽ ഇന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് അനാൻഷാനെ പറ്റി പറഞ്ഞ എനിക്ക് വാക്കുകൾ ഉണ്ടാവില്ല. ഇത്താടെ മറ്റേ അപ്പങ്ങളെമ്പാടും, മധുവർണ്ണ പോലെ, അങ്ങനൊക്കെ ഒരുപാട് പാട്ടുകൾ അല്ല മീൻസ് ഇത്തരം പാട്ടുകൾ നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് പാടി വെച്ചാ. അതെന്ന് വെച്ചാല് കേരളത്തില് എന്താണ് ഞാൻ പാടാൻ തുടങ്ങിയ കാലം തൊട്ട് പുറലോകം ഒരു എന്നെ പുറലോകത്തേക്ക് എത്തിച്ചത് മമ്മി സെഞ്ചുറി, ഇബ്രാഹിം പെരുമ്പാവൂർ, താളം, മേളം അവരാണ് എന്നെ പുറലോകത്തേക്ക് എത്തിച്ചത്. മറ്റുള്ള പരിപാടിയിൽ ഞാൻ സ്റ്റുഡിയോന്റെ ഉള്ളിലേക്ക് ഒതുങ്ങി കൂടിയതായിരുന്നു. അപ്പൊ ആ കാലം തൊട്ട് എന്നെ വളർത്തിയ എന്റെ പാട്ടിന് ഏറ്റവും ഇമ്പം തന്ന ഒരാളുണ്ടായിരുന്നു, ഈസ്റ്റ് വെസ്റ്റ് വിജയൻ. അദ്ദേഹത്തിന്റെ 3-4 കേസ്റ്റുകളാണ് എന്നെ വല്ലാതെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ആ കാലഘട്ടത്തിൽ സീനത്ത് വോളിയം 1, 2, 3 കേരളത്തിലെ സ്വന്തം പേരിൽ കാസറ്റ് ഇറങ്ങിയത് എന്റേത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ വേറെ ഒരു ഡുവറ്റായിട്ട് ഒരു പുരുഷന്മാരെ കൂടെയും പാടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. രണ്ടാമത് വെച്ചാൽ ആകെ പാടിയത് ഒരേ ഒരാളെ കൂടെ, ഷബീർ അലി എന്ന് പറഞ്ഞ ഒരാള്, ഉടനെ കഴുത്തന്റെ തറുക്കു പാപ്പ. അതിനുശേഷം ഇപ്പൊ ഞാൻ അനാൻഷാന്റെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. നമ്മൾ രണ്ടാളും കൂടി ഒരു പാട്ട് പാടി ഈ മാസം ലാസ്റ്റ് നമുക്ക് റിലീസാവും. രണ്ടാമത്തെ ഒരാളും കൂടെ പാടിയത് അതാണ്. സ്റ്റേജിൽ പാടും നമ്മള്, പക്ഷെ റെക്കോർഡിങ്ങിൽ പാടിയിട്ടില്ല. സീനത്ത് വോളിയം 1, 2, 3, 4, 5, 6 ഇതിനാണ് സീനത്ത്, സീനത്തുൽ ബദർ, സീനത്തുൽ സിൽസില, സീനത്തുൽ സുൽത്താന, അന്ന് പറയണ്ട അല്ലാ മുഞ്ചുള്ള സീനത്ത്, അങ്ങനെ വലിയ സീനത്താണ്. അതെ എനിക്ക് തോന്നുന്നു കാസറ്റുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ CD ആൽബങ്ങളായപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കണ്ണൂർ സീനത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അന്ന് ഇതിനെക്കാളും നിൽക്കുമായിരുന്നു, പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ഇതില്ലല്ലോ. ആക്റ്റീവ് അല്ലായിരുന്നു. പാടി ബിലാലിൽ ഇറങ്ങിയ സമയത്താണെങ്കിൽ ഒന്നും അല്ലാത്തൊരു സമയത്താണ് ഈ പാടി ബിലാലും കൊണ്ടുവരുന്നത്. പാടി ബിലാൽ ശരിക്കും ഞാനല്ല ആദ്യം പാടിനി, അഷറഫ് പയ്യന്നൂർ, അസീസ് തൈനൂർ മോളർത്ത പാടിയതാ. പക്ഷെ അത് ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചത് ഞാനാണ്. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര വർക്കൗട്ട് ആവണമെങ്കിൽ ഞാൻ ഇന്ന് എവിടെയോ എത്തിയിട്ടുണ്ടാവും. അത്ര ഏറ്റെടുത്തിന് ജനങ്ങൾ പാടി. തീർച്ചയായിട്ടും ഇപ്പം ഇത്ത പാടി വിഷയത്തില്
എല്ലാ പാട്ടും ഇത്തൊക്കെ ഫേവറേറ്റ് ആയിരിക്കും, പക്ഷെ എങ്കിലും പ്രിയപ്പെട്ട ഒരു പാട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? പ്രത്യേകതരം നമുക്ക് ഇല്ല, അതിൽ കാണാൻ പറ്റില്ല. ഞാൻ പാടിയ പാട്ടൊക്കെ എനിക്ക് മാഷാഅല്ലാ ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. അൽഹംദുലില്ലാ. ഓക്കെ, എനിക്ക് ആ സുറുമ എഴുതിയ ആ ഒരു പാട്ടും കൂടെ അത് ശരിക്കും ആദ്യം പാടിയത് ഷെരീഫാണ്. അത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. എന്നെ കൊണ്ട് അവര് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ഇത് പാടണോന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കിത് പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ അത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് ഹിറ്റ് ആയിട്ട് മാറുന്നത്. അതെ 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 അതെ, ചില പാട്ടുകൾ അങ്ങനെയാണ്. ചില ഗായകരല്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആരും പാടിയ പാട്ട് നമുക്കായിട്ട് പ്രത്യേകിച്ച് പാട്ടൊന്നും ഇല്ല. അതെ അതെ, ആരെങ്കിലും പാടി വെക്കണേ നമ്മളെല്ലാം എടുത്തിട്ട് പാടും. ഇപ്പൊ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോ ചോദിക്കുന്നത് അവര് പാടിയ പാട്ട് ഏതാണ്, ഒരു പാട്ടേക്കും പറഞ്ഞില്ല, എന്തിനാ അവര് പറയ പാട്ട് പാടണേ, നിങ്ങൾക്ക് അങ്ങനെ ആരും പറയാൻ പറ്റണില്ല. ചില ആൾക്കാർ മാത്രം ആരെങ്കിലും പാടിയ വെച്ച പാട്ട് തന്നെയാണ് സ്റ്റേജിൽ കയറി പാടിട്ട് വേണ്ടി ഇതാവുന്നത്. സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനൊറിയും ഏഴഴകോ നീ, സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനൊറിയും ഏഴഴകോ നീ, ഖൽബിലുണരും അരവനമുട്ടും ചന്ദന നിഴലിൽ ചന്ദ്രികയോ, പാതി വഴിയിൽ പുതുമണവാളെ നിന്നെയുമോർത്ത് കഴിയുകയോ, സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനൊറിയും ഏഴഴകോ നീ, സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനൊറിയും ഏഴഴകോ. എങ്ങനെയായിരുന്നു ഈ ഒരു പാട്ടിലേക്ക് എത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ എന്റെ കഷ്ടപ്പാട് കൊണ്ട്, എന്റെ ദുരിതങ്ങൾ കൊണ്ട് എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി, എനിക്ക് നല്ല വസ്ത്രം ഇടാൻ വേണ്ടി, എനിക്ക് നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി, എല്ലാവരും പോണ പോലെ സഞ്ചരിക്കണ പോലെ നല്ലൊരു കാറിൽ സഞ്ചരിക്കണം എന്നൊക്കെ കുഞ്ഞുനാളിലെ ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട കുടുംബമാണ്. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മ 4 പെൺകുട്ടികളാണ്. നമ്മളെ കൊണ്ട് ഉമ്മ ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അന്നേരം ഓരോരാൾ ഇങ്ങനെ നന്നായി വരുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോ ആഗ്രഹിക്കാണ്ട് വളരെ ചെറുതിലെ ഇവരെല്ലാം ആകുന്ന പോലെ നമുക്കാണ്, പക്ഷെ ഒരു വഴിയില്ല. ബിസിനസ് നമുക്കറിയില്ല, നമുക്ക് കാശില്ല, പണമില്ല. പാട്ട് എന്നെല്ലാം പറഞ്ഞ് ചെറുപ്പത്തിലെ സ്കൂളിൽ എന്റെ ആഗ്രഹം പോലെ അള്ളാഹു എനിക്ക് എത്തിച്ചു തന്നതാണ്. കഷ്ടപ്പാട് കൊണ്ട് വന്നാണ്, നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ്. എന്റെ കുടുംബത്തിൽ എന്റെ മക്കളൊക്കെ നല്ല നിലയിൽ. പിന്നെ ജീവിത കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ ജീവിതത്തിൽ ഒരുപാട് എന്തൊക്കെയാണ്. കാരണം 4 പെൺമക്കളുള്ള ഉപ്പാന്റെ ഉമ്മാന്റെ മോളല്ലേ, പക്ഷെ ഞാൻ പറഞ്ഞാ കേൾക്കൂല. അതുകൊണ്ടാണ് എന്റെ ജീവിതം ഞാൻ തന്നെ ഇല്ലാണ്ടാക്കുന്നത്. കാരണം ഭയങ്കര വാശിക്കരിയാ, ഒരാൾക്കും വിട്ടുകൊടുക്കൂല. അത് എന്നും അങ്ങനത്തെ. ഓക്കെ, ഇപ്പം ഒരുപാട് സ്റ്റേജ് ഷോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പം വിദേശത്താണെങ്കിലും ഒക്കെ. അതിന്റെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ആ സ്റ്റേജ് ഷോസിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് വിയൻകുട്ടി മാഷിന്റെ കൂടെ വിയൻകുട്ടി മാഷ് അന്വേഷിച്ചു വന്നാണ്. സ്കൂളിൽ നിന്ന് ഉമ്മക്ക് അടി കൊണ്ടെന്നാണ് ഫസ്റ്റ് എനിക്കാണ്, ഞാൻ അറിയുന്നില്ല ഫസ്റ്റ് എനിക്കാണ്. അങ്ങനെ വിയൻകുട്ടി മാഷിന്റെ അവര് അന്വേഷിച്ചു വന്നപ്പോ കവി പ്രേം സൂറത്താണ് എന്നെ ഇതിലേക്ക് എത്തിക്കണേ. അവരോട് അന്വേഷിച്ചു ഇങ്ങനെ കണ്ണൂരിന്ന് ആ കുട്ടി പാടിയത് അവിടെ. വീട്ടിൽ വന്നപ്പോ എന്റെ വീട്ടിൽ നിന്ന് വിടൂല. അപ്പൊ ആദ്യമൊക്കെ ഉപ്പാനെ കാണാണ്ട് പോയി. ഉപ്പ വരുന്നേ രാത്രി എത്തിയാലും ഉമ്മ റൂമിന്റെ ഉള്ളിൽ ഫാൻ ഇട്ടിട്ട് വെക്കും. ഞാൻ അതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഉപ്പ വിചാരിച്ചോട്ടെ. ഈ പച്ച വെൽറ്റൂരിട്ടൊക്കെ അടിക്കും ഉപ്പ, അതിൽ അടിക്കും. അന്നത്തെ ആളങ്ങനെയാണല്ലോ. അവര് പറയുന്ന വെച്ചാൽ നമ്മുടെ ശബ്ദം മേൽക്കൂര കേൾക്കാൻ പാടില്ല, ആ ഇതില് ജീവിക്കണോന്ന്. ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പൊ അങ്ങനെ കിട്ടുമോ? പക്ഷെ അവര് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഈ ഇതിലേക്ക് എത്തൂല. പക്ഷെ ഉപ്പനുമാനും ധിക്കരിച്ചിട്ടില്ല. അവരെ നല്ല നിലയിൽ നോക്കണോ. ഉമ്മക്ക് ഉപ്പൊക്കെ ആൺകുട്ടികളില്ല, ഞാൻ എന്റെ ഉമ്മാന്റെ ഉപ്പന്റെ ഒരു ആൺകുട്ടിയാവണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. അവരെ നല്ല പദവിയിൽ ഇരുത്തണം, അവരെ നല്ല പൊന്നുപോലെ നോക്കണം, അവരെ ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കണം. പാട്ട് പാടിക്കിട്ട് ഉപ്പാനെ ഹജ്ജിനയച്ചി. കാരണം വെച്ചാൽ ഉപ്പാനെ ഗൾഫിലേക്ക് ഈ ഖത്തറിൽ കൊണ്ടുവന്ന് ഇപ്പൊ ജീവിതത്തിൽ ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ കഴിയാൻ പറ്റി. ചെറുപ്പത്തില് പാടുമായിരുന്നു. നല്ല നെല്ലിൽ ജീവിക്കാൻ വേണ്ടിട്ട് മാത്രം പാട്ടിലേക്ക് എത്തിയതാണ്. വിയൻകുട്ടി മാഷന്റെ അടുത്ത് പരിപാടിക്ക് തിരൂരിൽ പോയപ്പോ അവിടുന്ന് ഞാൻ ബംബൂറ്റി ഹംസ റളിയല്ലാഹു പാടി. അത് ഓർക്കസ്ട്ര പാടുന്ന ആദ്യമായിട്ട് കാലത്ത് 91-ലാണ് ആദ്യമായിട്ട് ഞാൻ പാടുന്നത്. അപ്പൊ പിന്നെ വിയൻകുട്ടി മാഷന്റെ അടുത്തുനിന്ന് പാടുമ്പോ ഒരു നല്ല ആളുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ. അപ്പൊ ബംബൂറ്റി ഹംസ റളിയല്ലാഹു പാടുമ്പോ അവിടെ കുറേ ആൾക്കാർ ഇരുന്നാളൊക്കെ കണ്ണെന്ന് ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്. സ്റ്റേജിൽ ഞാൻ പാടുമ്പോ അവരൊക്കെ ഇങ്ങനെ കണ്ണെന്ന്, പക്ഷെ അത്രയും ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ പാടുന്നത്. അത് ഈ റംലായും പാടിയത് എന്താണ്, ഇതെന്താണ് ഈ പാട്ട്, ഇതൊന്നും അറിഞ്ഞിട്ടല്ല. എന്റെ മുന്നിൽ ശൂന്യതയായിരുന്നു.
ആദ്യമായിട്ട് ഓർക്കസ്ട്ര പാടണം. ബാപ്പു അവിടുന്ന് ബിയൻകുട്ടി മാഷ് ഇങ്ങനെ കൈയോടാക്കണം, പഠിക്കോന്ന് നിൽക്കുമ്പോ നമ്മക്കറിയണ്ടേ. ഞാൻ ഇറങ്ങിയ പാട് ഒരാളൊരു 5 രൂപ, അന്നത്തെ 34 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5 രൂപ എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്ന പേഴ്സ് നേരത്തിൽ പഴയ നോട്ടിപ്പ് എൻ്റെ അടുത്തുണ്ട്. തന്നിട്ട് പറഞ്ഞ് മുന്നോട്ടേക്ക് നടന്നോ, പിന്നോട്ടേക്ക് നോക്കണ്ട, മോളിനി മുന്നോട്ടേക്ക് പോയിക്കോ. അത് ആരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പൊ ഒരു ചെറിയൊരു താങ്ങുപടിയും കൊണ്ടാണ് വന്നിരുന്നത്. അപ്പൊ പിന്നെ എനിക്ക് പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ട് അവിടെ നിന്ന് തുടങ്ങി ഇവിടെ. ഓക്കെ, ഇനിയിപ്പോ ഒരുപാട് ഇപ്പൊ ഈ സ്റ്റേജ് ഷോസ് ഒത്തിരി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഈ പ്രവാസികളുടെ ഒരു സ്നേഹത്തിനൊക്കെ എങ്ങനെയാ കാണുന്നത്? അത് ഞാൻ വന്നേരം പറഞ്ഞല്ലോ, അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആ ചൂട് കണ്ടപ്പോ പ്രവാസികൾ എന്ന് പറയുന്നത് സത്യത്തിന് ഞങ്ങളെ പാട്ടുകാരാ നെഞ്ചിലേറ്റത് പ്രവാസികളാണ്. തീർച്ചയായിട്ടും അവരിവിടെ അനുഭവിക്കുന്ന പല വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ എപ്പോഴെങ്കിലും കൂടി ഒരു പ്രോഗ്രാം വരുമ്പോൾ അവിടെ ഇരുന്ന് ആടി തിമിർക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ നമ്മളും അറിയാതെ കണ്ട് സ്റ്റേജിന്റെ മേലിന് മേലോട്ടൊക്കെ ചാടിപ്പോവും. കാരണം അവരെ ആവേശം അത്രക്കും വലുതാണ്. നാട്ടിലും അങ്ങനെ തന്നെ ഇപ്പോഴത്തെ കുട്ടികള് ട്രെൻഡ് അങ്ങനത്തെയാണ്. അതെ. അപ്പൊ സീനത്താടെ കൂടെ എത്ര നാളായി? എന്താണ് ആ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അതല്ലോടും എപ്പോഴും എങ്ങനെയാ എത്തുന്നേ സിനത്താടെ കൂടെ? അവള് എന്നെ പരിപാടി ഇതിന് മുമ്പേ നീ വന്നിനല്ലോ. എന്റെ അധികം ഷോയിലോള് ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവളെ വിളിക്കാറുണ്ട്. അങ്ങനെ നമ്മളൊരു സ്കൂൾ കോളേജിലാണല്ലേ, മുക്കം, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുക്ക കോളേജിലാണ്, അസ്മാവി കോളേജിലാണ് അല്ലേ? അല്ല, മുക്കത്ത് MAS കോളേജില്. അവിടെ നമ്മൾ എൻട്രി അവിടുന്ന് പിന്നെ നമ്മ രണ്ടാളും അടിപൊളി. ഓക്കെ, ഇപ്പം ഇത്തായി ഒരുപാട് പാട്ടുകൾ ഇത്താടെ ഹിറ്റ് ആയിട്ടുണ്ടല്ലോ. എങ്കിലും ആദ്യത്തെ ഒരു ഹിറ്റ് പാട്ട് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും, എല്ലാരും സ്വീകരിച്ചൊരു പാട്ട്. ആ ഒരു പാട്ട് തന്നെയാണ് പാടി ബിലാൽ എന്ന പൂങ്കുയില്. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവന്നതീന് തേനിശല് കടിളകും ഗുഫിർ കൂട്ടത്തില് കേരളത്. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ അപ്പങ്ങളെമ്പാടും എന്ന് പറയുന്ന പാട്ട് എനിക്ക് തോന്നുന്നു അപ്പങ്ങളൊക്കെ ശരിക്കും ആരൊക്കെ പാടിയ പാട്ടുകളാണ്. അതൊക്കെ ഈസ്റ്റ് കോസ്റ്റിന്റെ അബ്ദുൽ ഖാദർ കാക്കനാട് എന്ന് പറഞ്ഞവൻ എടുത്ത് തന്നെ പാടിക്കുന്നതാണ്. അപ്പൊ ഞാനും ചിലപ്പോ ആ സമയത്തൊന്നും ഇങ്ങനത്തെ പാട്ടൊന്നും തീർച്ച കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പാടുന്നിട്ട് ഇങ്ങനെ പാടണം, ഇങ്ങനെ പാടും, ഇങ്ങനെ ഇത് പാടിയതാണെന്നൊക്കെ. ഇന്നും ഞാൻ ഒരു പാട്ട് കേൾക്കുന്ന ആളല്ല. എന്റെ വീട്ടില് പാട്ട് കേൾക്കാനുള്ള സംവിധാനം ഇല്ല. എന്റെ കാറിൽ ഇത്രയും വർഷമായിട്ട് ഇന്ന് വരെ ഞാൻ ഒരു പാട്ട് വെച്ചിട്ടുണ്ടാവില്ല. പാട്ട് വെക്കാൻ എനിക്ക് 2-3 ഡ്രൈവർമാർ വരെ മാറിയിട്ടുണ്ട്. കാരണം ഞാൻ പാട്ട് വെക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയാലാണ് ഒരു പാട്ട് വെക്കുക. ഞാൻ എന്റെ കാറിൽ പാട്ട് വെക്കൂല, പാട്ട് പഠിക്കൂല. ഇപ്പം ഇവന്റെ അനാൻ ഷാന്റെ കൂടെ പാടുന്ന പാട്ട് ഭയങ്കര ചോറ പിടിച്ച പാട്ടാണ്. എന്നിട്ട് അതിന്റെ ഒരു തലേനാള് മാത്രമാണ് അവരെനിക്ക് ഇതിന്റെ ഒന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് അടിച്ചത്. ഞാൻ ഇത് പോകുമ്പോ ഇതെങ്ങനെയാ ഞാൻ പാടുക, ഇതൊന്നും എന്നെ കൊണ്ട് പാടാൻ പറ്റൂലേ എന്നും പറഞ്ഞിട്ട് പോയി. അവിടെ സ്റ്റുഡിയോയിൽ എത്തിയാ എന്താണെങ്കിലും ആവട്ടെ, അനാൻഷ പാടുപോലെ ഒന്ന് പാടാന്ന് വിചാരിച്ചു. അനാൻഷ അവിടെ എത്തിയിട്ട് പറയുന്നത് എന്റെ മുന്നിൽ അനാൻഷ പാടൂല എന്നാ. എനിക്ക് പേടിയാണ്, ഞാൻ നീന്താട് മുന്നിൽ നടക്കണ, ഞാൻ പാടൂല. ഞാൻ പിന്നെ അനാൻഷ എന്നെ പറ്റിക്കല്ലേ, ഞാൻ പാടൂല, ഈ പാടുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കാത്തുനിന്ന്, ഞാനാ നേരത്തെ ഉണ്ടെങ്കിൽ അപ്പുറല്ലേ. അയ്യോ ഇനിയിപ്പോ സ്റ്റുഡിയോ എന്നോട് പാടിയെന്ന്. ഞാൻ പറഞ്ഞു നീ ഒന്ന് പാടി നോക്കുന്നതിന് ഞാൻ പാടാ. ഞാൻ പാടൂല. അനാൻഷ പാടി തീർന്നിട്ട് ഞാൻ നിന്ന് ഓൻ എങ്ങനെയാണ് പാടുന്നത്, എവിടുന്ന് എന്തൊക്കെയാണ് ഇതാക്കണം നോക്കി, അതുപോലെ ഞാൻ പാടി. എന്തായാലും താങ്ക് യു വെരി മച്ച്. ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. സോ രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. അതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ ഈ റേഡിയോസിനോ എന്ന ഈ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നതിലും വിളിച്ചു ക്ഷണിച്ച് ഇത്രയും സമയം ഇന്റർവ്യൂ നടത്തിയതിലും നമ്മളെ ലോകത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തതിനും ഒരുപാട് 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 നന്ദിയുണ്ട്. മാഷാ അല്ലാഹ്. ഒരുപാട് നല്ല ഇനി വളർന്ന് 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 പന്തലിച്ച് ഇത് ഉന്നതിയിലെത്തട്ടെ എന്ന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.